ഹായ് എവരിവൺ, വെൽക്കം ടു തഹസീൽ മീഡിയ. സോ പുതിയൊരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈസ് എ ഐ വിൽ റിയലി റീപ്ലേസ് ജോബ്സ്, എസ്പെഷ്യലി ഇൻ IT sector. There are different kind of domains in IT. Maybe AI jobs is there, back-end development, front-end development, DevOps, testing. There are a couple of job is available in the market, right? So എന്തൊരു സംശയം നിങ്ങൾക്കും ഉണ്ടാവും. നമ്മൾ ഇനിയിപ്പോ ഡിഗ്രി ബിടെക് ആണെങ്കിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിന് അതൊക്കെ ഒരു സംശയം ഉണ്ടാവും. ഞാൻ ഇനി ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് പഠിച്ച് എനിക്ക് ജോലി കിട്ടുമോ? കാരണം ആൾറെഡി AI ടൂളൊക്കെ വന്ന് ഒരുപാട് സർവീസും കാര്യങ്ങളും വന്ന് എല്ലാം ഓട്ടോമേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആസ് എ AML എഞ്ചിനീയർ ഞാൻ എന്താണ് ചിന്തിക്കുന്നത് ഞാൻ പറയാം. ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റത്തില്ല AI വിൽ കംപ്ലീറ്റ്ലി റീപ്ലേസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ജോബ്സ്. കാരണം നമുക്ക് AI ടൂൾ യൂസ് ചെയ്ത് മേ ബി കോഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്മെന്റും ടെസ്റ്റിംഗ് ഒക്കെ ഫാസ്റ്റ് ആക്കാൻ പറ്റും. നമുക്കത് എന്ത് ചെയ്യാം, അത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡെവലപ്മെന്റ് സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ കംപ്ലീറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു AI ടൂൾ ഒരു സർവീസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കംപ്ലീറ്റ്ലി ജോബ് റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ക്ലൈന്റ് റിക്വയർമെന്റ് വന്നു, നമ്മൾ ആ സാധനം AI യൂസ് ചെയ്ത് കുറച്ചൊക്കെ നമ്മൾ ചെയ്തു. ക്ലൈന്റ് പറയും എനിക്കിത് ഇങ്ങനെയല്ല വേണ്ടത്, നമ്മൾ എന്ത് ചെയ്യും, അത് AI വെച്ച് തന്നെ കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ തന്നെ അവിടെ എന്തിന്റെ ആവശ്യം വരും, ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവശ്യം വരും. AI യൂസ് ചെയ്തിട്ട് IT സെക്ടറിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന്റെ ജോബ് കംപ്ലീറ്റ് റീപ്ലേസ് ചെയ്യുന്നതിന് പകരം മേ ബി ഫ്യൂച്ചറിൽ അതിന്റെ കൗണ്ട് കുറയാൻ സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് എ വാലിഡ് പോയിന്റ്. കാരണം ഒരു ടീമിൽ ഇപ്പൊ ഒരു 10 എഞ്ചിനീയേഴ്സ് ഉണ്ടെങ്കിൽ മേ ബി ആഫ്റ്റർ 5 or 10 years 3 അല്ലെങ്കിൽ 4 ആയിട്ട് ചുരുങ്ങാം, ഡെഫിനറ്റ്ലി ചുരുങ്ങാം. കാരണം AI ടൂൾ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, കോഡ് ഡെവലപ്മെന്റ് ഒക്കെ ഫാസ്റ്റർ ആക്കാൻ പറ്റും. സോ ഞാനൊരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും കംപ്ലീറ്റ്ലി AI യൂസ് ചെയ്ത് നമുക്ക് ഒരു എന്താ പറയുക IT എഞ്ചിനീയറുടെ ജോലി റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. AI ടൂൾ ഈസ് ഗുഡ്, നമുക്കത് കറക്റ്റ്ലി യൂസ് ചെയ്യാൻ അറിയണം. അങ്ങനെയെങ്കിലും നമുക്ക് ഇൻഡസ്ട്രിയിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് അപ്ഗ്രേഡ് ആയിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ പുതിയൊരു AI ടൂൾ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി വി നീഡ് ടു ചെക്ക് how we can use it in our projects and development cycle. അതങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വേറൊരാൾ നമ്മൾ റീപ്ലേസ് ചെയ്യും ഡെഫിനറ്റ്ലി. സോ ഈ ഒരു കേസാണ്. പിന്നെ എവിടെയാണ് ഏത് ജോലിയാണ് ഇനി IT സെക്ടറിലാണ്, അല്ലെങ്കിൽ ഒരു IT എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ ടെക്നോളജി, അത് ഈ കണക്ട് ചെയ്ത എല്ലാ IT ജോലികളാണ്. അത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടെലികോളിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡാറ്റ എൻട്രി, ഇതൊക്കെ മേ ബി ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് ചെയ്യുന്ന സംഭവങ്ങൾ, അവരൊക്കെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെയുള്ള ജോലികളൊക്കെ കംപ്ലീറ്റ്ലി പോകാൻ സാധ്യത ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് യെസ് എന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ഒരു എംപ്ലോയിനെ കോൾ ചെയ്ത് എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അത്ര ഡിപ്പെൻഡൻസി വരുന്നില്ല. അത് എന്തായാലും സ്റ്റിൽ കറന്റ്ലി എന്ത് ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, ലേ ഓഫ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ള ഒരുപാട് HR പറഞ്ഞു വിട്ടു. IT കേൾക്കുന്നുണ്ടാവും, പക്ഷെ അത് കംപ്ലീറ്റ്ലി ഒരിക്കലും റീപ്ലേസ് ആവുന്നില്ല. അത് ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. വളരെ കുറവാണെങ്കിലും സ്റ്റിൽ നമുക്ക് എംപ്ലോയീസിന്റെ ആവശ്യം വരും. പക്ഷെ ഇതുപോലുള്ള ജോലികൾ പോകാൻ സാധ്യത ഉണ്ടോ എന്ന് വെച്ചാൽ സാധ്യതയുണ്ട്. കാരണം ഇതൊക്കെ നമുക്ക് ആൾറെഡി ഓട്ടോമേറ്റ് ചെയ്ത് തന്നെ കോൾ ചെയ്ത് അതിന്റെ ഇൻഫർമേഷൻ കളക്ട് നമ്മുടെ ഡാറ്റാബേസിലോ സെർവറിലോ സേവ് ചെയ്യാൻ പറ്റുന്ന ആൾറെഡി അതിന്റെ സംവിധാനങ്ങൾ ഇപ്പൊ കറന്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോ ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുന്നവർ എന്ത് ചെയ്യേണ്ടി വരും, മേ ബി ഒന്നുകൂടി സ്കില്ലൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് ഇപ്പൊ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിലോട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും IT തന്നെ ഒരിക്കലും AI റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജോലികളുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഡാറ്റ എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഡാറ്റ അനലിറ്റിക്സ് ആണെങ്കിലും ചില ഡാറ്റയും കാര്യങ്ങളൊക്കെ സെൻസിറ്റീവ് ഡാറ്റ ആയിരിക്കും. നമുക്ക് കംപ്ലീറ്റ്ലി ഡാറ്റ കണ്ണും അടച്ച് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, AI കൊടുത്ത് അതിനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഡാറ്റ മേ ബി മാനുവലി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും. പ്രൈവസി ഇഷ്യൂ ഉള്ള എക്സാമ്പിൾ ഹെൽത്ത് കെയർ ഒക്കെ എന്നൊരു എക്സാമ്പിൾ ആണ്. സൈബർ സെക്യൂരിറ്റി ഡാറ്റ, ബാങ്കിങ് ഡാറ്റ നമുക്ക് ഡയറക്റ്റ്ലി ഇന്ത്യയിൽ കണ്ണുടച്ച് ഒരു AI കൊടുത്ത് അതിനെ ഇൻപുട്ട് കൊടുത്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇത്തരം ഡാറ്റ എന്തൊക്കെ പറഞ്ഞാലും നമ്മളത് സെൻസിറ്റീവ് ഡാറ്റ ആയതുകൊണ്ട് സേഫ് ആയിട്ട് തന്നെ അത് ഹാൻഡിൽ ചെയ്യേണ്ട കേസാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സ്റ്റിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവശ്യമാണ്. പിന്നെ വേറൊരു കേസ് എടുക്കുകയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്, ചെറിയ യൂസ് കേസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുക്കിംഗ് ആപ്പ് പോലെ സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ മേ ബി AI കൊണ്ട് ഒരാളെ മതി സാധനത്തിൽ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു കോംപ്ലക്സ് ലോജിക്കൽ പ്രോഡക്റ്റ് ആണെങ്കിൽ, ഒരു വലിയ പ്രോഡക്റ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി AI കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല. കാരണം ബിസിനസ് ലോജിക്ക് ഒരിക്കലും AI അറിയത്തില്ല, നമ്മൾ അതിനെ പഠിപ്പിച്ചിട്ടൊക്കെ ചെയ്യേണ്ടി വരും. അതിനെന്ത് വേണ്ടി വരും, ഒരു ഡെവലപ്പറുടെ ഒരു എഞ്ചിനീയറുടെ ആവശ്യം അത്യാവശ്യമാണ്.
സോ ഇങ്ങനെയുള്ള കേസ് ഒരുപാട് നമ്മൾ സ്റ്റിൽ കറന്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരുപാട് പ്രൊഡക്റ്റ് നമ്മളെ റിയൽ ലൈഫിൽ നമ്മൾ കാണുന്നുണ്ട്, ഡെവലപ്പായി വരുന്നുണ്ട്. സ്റ്റിൽ ഇതൊരിക്കലും AI മാത്രം യൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെ പോയാലും എംപ്ലോയീസിന്റെ എണ്ണം കുറഞ്ഞാലും കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? AI യൂസ് ചെയ്ത് കംപ്ലീറ്റ്ലി IT മാർക്കറ്റ് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നത് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്താം. അതുപോലെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ വേണ്ടി ഒരുപാട് വേർഡ്സ് നിങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടാവും. AI അല്ലെങ്കിൽ സർവർ, ഡാറ്റാബേസ്, ഒരുപാട്. ഇത് മേ ബി ഈ പറയുന്ന IT ഫീൽഡിലെ ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഇത് കാണുന്നെങ്കിൽ, നിങ്ങൾക്ക് ഇതിലോട്ട് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ, AI കുറിച്ചോ IT സെക്ടറിനെ കുറിച്ചോ എന്തെങ്കിലും നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, I'm providing my contact details in the description. You can contact me through that, and I am also providing my mail ID here. Maybe you can connect me through my mail. I will respond when I am free. So ഇത്രയുള്ളൂ പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റായി രേഖപ്പെടുത്താം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.